ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഒരു സേവ് ദി ഡേറ്റ് എടുക്കാൻ പോവുകയാണേ. അത് വേറെ ആരുടെ അല്ല, നമ്മുടെ അജുവിൻ്റെയും പാത്തുവിൻ്റെയും സേവ് ദി ഡേറ്റ് എടുക്കാൻ പോവുകയാണേ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 3-4 മാസങ്ങളായി, എങ്കിലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞാനിത് പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് നോക്കി ഒന്ന് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേനും എന്തുമായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണേ. പോകുന്ന വഴിക്ക് തന്നെ നല്ല മഴക്കോള് വരുന്നുണ്ട്. അപ്പം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ എന്തുമായാലും ഫോട്ടോയൊക്കെ എടുക്കണം എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. മഴയാണെങ്കിലും ആ മഴ വെച്ച് തന്നെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കണം എന്നുള്ള രീതിയിലാട്ടോ മുന്നോട്ട് പോകുന്നത്. അപ്പോഴത്തേനും എന്തുമായാലും അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേന് പിന്നെ ഞങ്ങൾക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഈ പിള്ളേരെയും കൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ വിഷമത്തിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഗായ്സ്. എന്തായാലും നമുക്ക് വല്ലാത്തൊരു പണിയാണ് കിട്ടിയത്. ഈ പിള്ളേരെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് വല്ല പനിയും ജലദോഷമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കൂടി കുളമാകത്തില്ല. അതുകൊണ്ട് വണ്ടിയിൽ തന്നെ ഇരിപ്പായി. വല്ലാത്തൊരു പണിയാണ് പിള്ളേരെ നോക്കി ഇരിക്കുന്നത്. അങ്ങനെ എന്തുമായാലും പിള്ളേരെയും പിടിച്ചു കെട്ടി അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഇക്കടെ ഫോട്ടോയും വീഡിയോ ഒക്കെ കുറച്ച് എടുത്തു കൊടുത്ത് പിന്നെ അജിനായും ഞാൻ പിടിച്ച് നിർത്തി. വാടി ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അവളെയും പിടിച്ച് നിർത്തി ചുമ്മാ 2-3 ഫോട്ടോയൊക്കെ എടുത്ത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിച്ച് മഴ കുറച്ച് കുറയണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും മഴ ഉറച്ച് പെയ്യുന്നതല്ലാതെ ഒരു ശകലം കുറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ വണ്ടിയിൽ തന്നെ അങ്ങനെ നേരെ ഇരുട്ടാറൊക്കെ ആയി വന്നപ്പോഴത്തേനും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഇരുട്ടത്ത് വെച്ച് തന്നെ കുറച്ച് നല്ല അടിപൊളി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് കൊട്ടാരക്കര വിളിച്ചു നോക്കിയപ്പോഴത്തേനും അവിടെ ബീഫ് മന്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ സഹറൽ മന്തിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ വന്നിട്ട് ബീഫ് മന്തിയും പിന്നെ ചിക്കൻ മന്തിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. കുറേ നേരം കൊണ്ടേ വിശന്നൊക്കെ ഇരുന്നില്ലേ. പിന്നെ മഴ നനഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴത്തേനും നല്ല വിശപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പത്തുക്കുട്ടിയും വീട്ടിലാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് അവരുടെ സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോകണേ. ഒരു സന്തോഷം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇത് കമൻറ്റും കൂടി